സങ്കടങ്ങള് ഉള്ള ആളുകള് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന എപ്പാപ്പാനോട് നിങ്ങൾ സഹായം ചോദിക്കുന്നത് അത് ഇസ്ലാമിൽ ഹറാമാണ്, അത് ശിർക്കാണ്. ആ കാര്യത്തിൽ ഞാൻ മുജാഹിദീങ്ങളുടെ ഭാഗത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മൾ പ്രയാസം അല്ലാഹു മാറ്റി ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു മഖാമിൽ പോയിട്ടും നമ്മൾ എന്ത് ചെയ്യരുത്, ആ പാപമാരോട് നമ്മള് സഹായം ചോദിക്കരുത്, അത് ഇസ്ലാമിൽ തെറ്റാണ്. ഈ ഒരു വീഡിയോ ആയിരുന്നു തങ്ങളെ കുടുക്കിയത്. തങ്ങളിങ്ങനെ ചെറിയ മട്ടത്തിൽ തട്ടിയും മുട്ടിയും പോവുകയായിരുന്നു. ആകെ ഉടക്കിയത് ഈ ഒരു വീഡിയോ ആയിരുന്നു. കുടുങ്ങി ചെറിയ മട്ടത്തിൽ തട്ടിമുട്ടി പോവുകയായിരുന്നു കുറച്ച് സ്ത്രീകളൊക്കെ വെച്ചിട്ട്. ആത്മീയ മജ്ലിസ് കുറേ കാലമായിട്ട് ഞാനും ഇങ്ങനെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു പന്തികേട് മുമ്പേ എനിക്കും തോന്നിയിരുന്നു. പക്ഷെ നമുക്കൊന്നും ഇത് പറയാനുള്ള അർഹത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും ഒരു പഠിച്ച പണ്ഡിതന്മാർ പറയട്ടെ എന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആറ്റക്കോയ തങ്ങളുടെ തനി സ്വരൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്? ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്? എന്റെ വാപ്പാനല്ല, ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഓരോ മനുഷ്യരെ താങ്കൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ സംസ്കാരം ഇതാണോ? കേറിയ തന്റെ വാപ്പാനെയും ഉമ്മാനെയാണോ വിളിക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തങ്ങളുടെ സ്വഭാവ മഹിമ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരാരെങ്കിലും പറയട്ടെ എന്ന് കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ആരിസ് മദനി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടത് ആറ്റക്കോയ തങ്ങളെക്കുറിച്ച്. അത് നമുക്ക് അല്പം കേൾക്കാം. ഇങ്ങനെയൊക്കെ തങ്ങളാണെങ്കിലും വിവരക്കേട് ഒരുപാട് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വിവരക്കേടുകൾ പറഞ്ഞും അതുപോലെ ഒരു എന്തൊക്കെയോ വിളിച്ചു പറയും, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പ്രേമിക്കാനൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ക്ലിപ്പൊക്കെ ഈ അടുത്ത സമയത്ത് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ഭാഗത്തു കൂടി ഈ തങ്ങളുടെ ഓൺലൈൻ മജ്ലിസ് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിലാണ് പുതിയ ഒരു വിവാദം വന്നിരിക്കുന്നത്. ഏതോ ഒരു മഖ്ബറയിൽ സിയാറത്തിന് പോയപ്പോൾ അവിടെ വെച്ച് പറഞ്ഞുവത്രേ, ഇവിടെ കിടക്കുന്ന മഹാനോട് സഹായം ചോദിക്കരുത്, അത് ശിർക്കാണ്. ഹാരിസ് മദനി ഉസ്താദ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചതിന് ശേഷമേ അദ്ദേഹം വീഡിയോ ആയി നമ്മുടെ മുന്നിലെത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഉറപ്പാണ്, ഇത് അധികകാലം ഓടില്ല എന്ന്. നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ആരാധന്മാരോട് സഹായം ചോദിക്കുന്നത് അത് ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാൻ അറിയില്ല എന്നത് വേറൊരു വസ്തുത. പക്ഷേ ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തുമ്പോൾ അതിനെത്ര വലിയ ഗൗരവമുണ്ട്. കാരണം ഇയാളുടെ ഈ ചാനലിന്റെ മുമ്പിലിരുന്ന് തങ്ങളുപ്പാപ്പ എന്നൊക്കെ വിളിച്ച് തങ്ങളുപ്പാപ്പയെ അങ്ങ് പൊക്കി വെക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ അടിയിൽ ഉംറ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു എഴുതി കാണിക്കുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്താണ് ശിർക്ക്, എന്താണ് അടിസ്ഥാനം. അപ്പൊ കേട്ടില്ലേ, ഉസ്താദ് എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പൊ ഇനി അധിക കാലം നമ്മുടെ തങ്ങള് മജ്ലിസും കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ശിർക്ക്, എന്താണ് അടിസ്ഥാനപരമായി ഇസ്തിഗാസ, സഹായതേട്ടം, ഇതൊന്നും അറിയാത്ത ഒരു സാധു, മതപരമായ അറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ. അങ്ങനെ തന്നെ പറയാം, തങ്ങളാണ് പറയുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നാളിതുവരെ ഹാരിസ് മദനി ഉസ്താദ് വീഡിയോ ഇട്ട സ്ഥിതിക്ക് ഇതിനധികം ആയുസ് ഉണ്ടാവില്ല. ഇത്രക്കാലം ഇദ്ദേഹത്തിന്റെ പേക്കൂത്തുകൾ കണ്ട് എത്രത്തോളം കളിക്കുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു പണ്ഡിതന്മാർ. അപ്പോഴാണ് ഇങ്ങനൊരു വിഡ്ഢിത്തം തങ്ങളുടെ വാക്കിൽ നിന്നും വന്നത്. ഒരിക്കലും ഒരു തങ്ങന്മാരുടെ വാക്കിൽ നിന്നും വരേണ്ട വാക്കുകളല്ല ആറ്റക്കോയ തങ്ങൾ പറഞ്ഞത്. അതിനോട് പ്രതികരിച്ച എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ആറ്റക്കോയ തങ്ങൾ വരാനിരിക്കുക. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ. അവസരം വരുമ്പോൾ എല്ലാവരും പിടിക്കപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.